ആദിലയുടെയും നൂറയുടെയും വീട്ടിൽ നിന്ന് ആരും വരാത്തതിന്റെ കാരണം എന്താണ്? കൂടുതലായി ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദിലയുടെ നൂറയുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. പകരം വന്നത് നമ്മുടെ ദിയാസനയും ജാസ്മിൻ മൂസയാണ്. ദിയാസന അവരുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ജാസ്മിൻ ലെസ്മിനാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ രണ്ടുപേരാണ് വന്നത്. എനിക്ക് അറിയാൻ സാധിച്ചു ഇവരുടെ വീട്ടിൽ ബിഗ് ബോസ് കോൺടാക്ട് ചെയ്തു. ഇവർ രണ്ടുപേരുടെ വീട്ടിൽ കോൺടാക്ട് ചെയ്ത് ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് വരാൻ താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞതെന്നായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. ഇത് സത്യസന്ധമായ ഒരു വിവരമാണ്. അവരുടെ വീട്ടുകാർക്ക് ഇപ്പോഴും അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിപ്പം അവരെ തെറ്റി പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവരുടെ മക്കൾ ഇങ്ങനെ കെട്ടിച്ചു പോകേണ്ട മക്കൾ ഇങ്ങനെ ആയി കഴിയുമ്പം അത് സമൂഹത്തിൽ അവർക്ക് ഒറ്റപ്പെടുമല്ലോ. അവരുടെ വീട്ടുകാരുടെ അവരുടെ ഇത് നമുക്ക് ഇത് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടിൽ വരാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ബിഗ് ബോസ് ഒരു 2-3 പ്രാവശ്യം അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യുന്നു എനിക്ക് കിട്ടിയായിരുന്നു. ബന്ധുക്കളെ കോൺടാക്ട് ചെയ്തപ്പം അവരും വരാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ദിയാസനയും നമ്മുടെ ജാസ്മിൻ മൂസയും ബിഗ് ബോസിലേക്ക് വിളിച്ച് അവർ പോയിട്ടുണ്ട്. അവർ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നടന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അത് നമ്മുടെ മാതാപിതാക്കളാണ് ആരാണേലും ചിലർക്ക് അംഗീകരിക്കാൻ പറ്റും. പഴയ ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ ഉള്ളതൊന്നും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. സമൂഹത്തിൽ അതൊരു വേറൊരു ഇതായിട്ടാണ് എല്ലാവരും തോന്നുന്നത്. പല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അതിൽ കുറച്ച് ആക്റ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നോർത്തിലും ഉണ്ട്, പക്ഷെ അതൊക്കെ അവർ അതിൻ്റെ ഭാഗത്തായിട്ട് ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഭാഗത്ത് കുറേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഇപ്പം അവരെ കുറ്റം പറയാൻ പറ്റിയല്ല, ഇപ്പം ഇവരെയും കുറ്റം പറയും. ഇവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് ഇവരെ കുറ്റം പറയാനും പറ്റിയില്ല. അവരുടെ രണ്ടു ഭാഗത്തും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും ബിഗ് ബോസിൽ ഹൗസിൽ വിളിച്ചപ്പോൾ ഇവർ വന്നില്ല എന്നുള്ള സംഭവമാണ്. പക്ഷേ ഈ പിള്ളേർ അവിടെ വന്നത് തന്നെ ബിഗ് ബോസിൽ കപ്പ് ഉയർത്താനൊന്നുമല്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാർ ഇവരെ അംഗീകരിക്കണം, ഇവരെ കൂട്ടിക്കൊണ്ടു പോകണം. ആ ഒരു സംഭവത്തിന് വേണ്ടി തന്നെയാണ് ഇവർ അവിടെ വന്നത്, ബിഗ് ബോസ് ഹൗസിൽ വന്നത് തന്നെ. പക്ഷെ അത് അവർക്ക് ഇനിയിപ്പം അവരുടെ ഗെയിമിനെ ബാധിക്കും. അവർ കുറച്ച് മാനസികമായി ഇത് ചെയ്തു. പിന്നെ അക്ബർ ഇന്ന് പറയുകയും ചെയ്തു, നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടുകാരും അവരും ഇവരും എല്ലാം വരും, നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ആ ദിയാദാനെ പോലുള്ളവർക്കെ അല്ലേ കയറി വരുന്നത് എന്ന് പറയുകയും ചെയ്തു. അത് അതിലേക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ആര് വരുന്ന പോകുന്നതല്ലല്ലോ, അവരുടെ വീട്ടുകാർ അംഗീകരിക്കാൻ വേണ്ടിയാണ് അവരവിടെ വന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അവിടെ അറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.